ഇന്നൊരു ദിവസം കൊണ്ട് രണ്ട് വലിയ തിരിച്ചടികളാണ് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, താരിഫുകളുടെ കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കോടതിയിൽ നിന്നാണ് വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന അപ്പീൽ കോടതി അംഗീകരിച്ചു. പോരാത്തതിന് ഇത് അമേരിക്കൻ രാഷ്ട്രത്തിലും സമ്പദ് വ്യവസ്ഥയിലും കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റിന് അടിയന്തര അധികാരങ്ങളുണ്ടെങ്കിലും താരിഫുകളോ നികുതികളോ ചുമത്താൻ അദ്ദേഹത്തിന് അധികാരമില്ലെന്ന് ഫെഡറൽ സർക്യൂട്ടിനായുള്ള US കോടതി ഓഫ് അപ്പീൽസ് ആണ് ഇപ്പോൾ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായാണ് ഈ തീരുമാനത്തെ കാണുന്നത്. ഒക്ടോബർ 14 വരെ താരിഫുകൾ നിലനിൽക്കാൻ കോടതി അനുവദിച്ചതായും ട്രംപ് ഭരണകൂടത്തിന് ഈ വിഷയം സുപ്രീം കോടതിയിൽ എത്തിക്കാൻ അവസരം നൽകിയതുമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പറയുന്നത്. മറുവശത്ത് കോടതി ഉത്തരവ് വ്യക്തമായി നിരസിച്ച ട്രംപ് എല്ലാ താരിഫുകളും പ്രാബല്യത്തിൽ തുടരുമെന്നും പറഞ്ഞു. കോടതിയുടെ തീരുമാനം തെറ്റാണെന്നും പക്ഷപാതപരമാണെന്നുമാണ് ട്രംപ് നിലവിൽ പറയുന്നത്. ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ അമേരിക്ക ദാരിദ്ര്യത്തിലേക്ക് നീങ്ങും, നശിപ്പിക്കപ്പെടുമെന്നൊക്കെയാണ് ട്രംപിൻ്റെ ഇതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ട്രംപ് പറയുന്നത് കോടതി നമ്മളെ ദരിദ്രരാക്കും എന്നാണ്. ഇക്കാര്യത്തിൽ ട്രംപിന് വലിയ രീതിയിലുള്ള തെറ്റുപറ്റി എന്ന് ട്രംപിൻ്റെ അനുയായികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. മറ്റൊന്ന്, കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഈ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിയമത്തിൽ വീണ്ടും വലിയൊരു തിരിച്ചടിയാണ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത്. താരിഫുകൾക്ക് ശേഷം നാടുകടത്തൽ സംബന്ധിച്ച് കോടതി പ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ട്രംപിന് വലിയ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. താരിഫ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചതിനു ശേഷം ട്രംപിന്റെ ഫാസ്റ്റ് ട്രാക്ക് നാടുകടത്തൽ നടപടിയെ US കോടതി ഇപ്പോൾ നിശിതമായി വിമർശിച്ചു. ട്രംപിന്റെ തീരുമാനം കുടിയേറ്റക്കാരുടെ അവകാശങ്ങൾ ലംഘിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്. ജനുവരിയിൽ ട്രംപ് ഭരണകൂടം കുടിയേറ്റക്കാർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിച്ചു തുടങ്ങിയത്. ഇതിന്റെ കീഴിൽ കുടിയേറ്റക്കാരെ എവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. മുമ്പും കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രാജ്യത്ത് നിന്ന് നാട് കടത്തിയിരുന്നു. എന്നാൽ ജനുവരിക്ക് ശേഷം ഈ പ്രക്രിയ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ പൗരത്വം ഇല്ലാത്തവരും 2 വർഷമായി അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ടെന്നതിന് തെളിവില്ലാത്തവരുമായിട്ടുള്ള ആളുകളെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്യുന്നത്. വാഷിംഗ്ടൺ DC ജില്ലാ മജിസ്ട്രേറ്റ് ജിയ കോബാണ് ഇക്കാര്യം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മലയാളം.